നമസ്കാരം. ലോകം മുഴുവൻ വേൾഡ് കപ്പിൻ്റെ ആരവത്തിലാണ്. ഞാനിപ്പോൾ ഉള്ള കാനഡയാണ്. കാനഡയിലും ആരവത്തിനൊരു കുറവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കാനഡ ഈ പ്രാവശ്യം ഹോസ്റ്റ് ചെയ്യുന്ന 3 രാജ്യങ്ങളിൽ, അതുപോലെ അമേരിക്ക, മെക്സിക്കോ, അതുപോലെ കാനഡയും അതിലൊരു പങ്കാളിയാണ്. കാനഡയിൽ 2 സിറ്റികളിൽ മത്സരം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാനഡ ഈ വേൾഡ് കപ്പിൽ ക്വാളിഫൈ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ആവേശമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ വേൾഡ് കപ്പിലെ 5 പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ പറയുകയാണ്. ഏറ്റവും ആദ്യത്തെ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ വേൾഡ് കപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം അത് മറ്റാരുമല്ല, മെക്സിക്കൻ മിഡ്ഫീൽഡറായിട്ടുള്ള ഗിൽബർട്ടോ മോറയാണ്. 17 വയസ്സും 240 ദിവസവും കഴിഞ്ഞ മോറ അത്യുഗ്ര ഫോമിലാണ്. അദ്ദേഹം 5 മാച്ചസിൽ നിന്ന് 3 ഗോളും 2 അസിസ്റ്റും നേടി. അപ്പോൾ തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പിൽ മിന്നും പ്രകടനം നടത്താൻ മോറയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഫാക്ട്, ആദ്യമായി ഈ വേൾഡ് കപ്പ് 3 രാജ്യങ്ങളായി നടക്കുകയാണ്. അത് സോക്കർ വേൾഡ് കപ്പ് ആദ്യമായി 3 രാജ്യങ്ങളിൽ നടക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ 11 സിറ്റികളിൽ, മെക്സിക്കോയിലെ 3 സിറ്റികളിലും, അതുപോലെ കാനഡയിലെ 2 സിറ്റികളിലുമായി ആദ്യമായി 3 രാജ്യങ്ങളിൽ നടക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പിൽ പ്ലേയേഴ്സിനും അതുപോലെ കളി കാണാനുള്ള ടീം ഫാൻസിനും ഒരുപാട് യാത്ര ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ ഈ വേൾഡ് കപ്പിലെ മറ്റൊരു ഫാക്ട്, ഈ ഓരോ മത്സരത്തിലും 22 മിനിറ്റ് കഴിയുമ്പോൾ മാൻഡേറ്ററി ഹൈഡ്രേഷൻ ബ്രേക്ക് കൊടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഈ വേൾഡ് കപ്പ് നടക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, കാനഡ, മെക്സിക്കോ ഇവിടെയൊക്കെ നല്ല സമ്മറാണ്, സമ്മറിൻ്റെ പീക്ക് ടൈമാണ്, നല്ല ചൂടാണ്. അപ്പം ഓരോ 22 മിനിറ്റ് കഴിയുമ്പോഴും ഹൈഡ്രേഷൻ ബ്രേക്ക് അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടാണ്. അപ്പോൾ ആ ബ്രേക്ക് കഴിയുമ്പം പ്ലേയേഴ്സ് ഒന്ന് റിഫ്രഷ് ആവും, കളിയിൽ അതിൽ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും, ക്വാളിറ്റി മെച്ചപ്പെടും. അല്ലേ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അടുത്തായി 4ാമത്തെ ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം ആദ്യമായി വേൾഡ് കപ്പിൽ 48 രാജ്യങ്ങൾ പങ്കെടുക്കുകയാണ്. സാധാരണ ഒരു 32 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. ഈ പ്രാവശ്യം 48 രാജ്യങ്ങളുണ്ട്. അതുപോലെ 64 മാച്ചസ് ഉള്ള ഈ പ്രാവശ്യം 104 മാച്ചസ് ഉണ്ട്. എൻ്റെ ഒരു സംശയം, ഒരു പക്ഷേ ഈ പ്രാവശ്യം ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് മത്സരങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി ഇച്ചിരി കുറയ്ക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഇത്ര രാജ്യങ്ങൾ കൂടിയതായപ്പോൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. അതുപോലെ ഈ വേൾഡ് കപ്പ് ഫുട്ബോളിലെ 5ാമത്തെ ഫാക്ട്, ഈ ടൂർണമെന്റിലെ ഏറ്റവും പ്രായം കൂടിയ താരം, അതായത് മറ്റാരുമല്ല, ഒരുപാട് സൂപ്പർ താരങ്ങളുണ്ട്. ഒരുപക്ഷെ പല സൂപ്പർ സ്റ്റാറുകളുടെയും അവസാനത്തെ വേൾഡ് കപ്പ് ആവും. ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട്, ലയണൽ മെസ്സി ഉണ്ട്, അതുപോലെ തന്നെ ലൂക്കോ മോഡ്രിച്ച് ഉണ്ട്, ജർമ്മൻ ഗോൾ കീപ്പർ മാനുവൽ ന്യൂവർ ഉണ്ട്. അങ്ങനെ ഒരുപാട് നമ്മുടെ ആരാധന താരങ്ങളെല്ലാം ഒരുപക്ഷെ ലാസ്റ്റ് വേൾഡ് കപ്പ് കളിക്കുകയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വേൾഡ് കപ്പിലെ ഏറ്റവും പ്രായം കൂടിയ താരം അത് മറ്റൊരുമല്ല, സ്കോട്ടിഷ് ഗോൾ കീപ്പറായിട്ടുള്ള ഗ്രെഗ് ഗോർഡനാണ്. ഗ്രെഗ് ഗോർഡനാണ് ഈ വേൾഡ് കപ്പിലെ ഏറ്റവും പ്രായം കൂടിയ താരം. അദ്ദേഹത്തിന് 43 വയസ്സും അതുപോലെ 163 ദിവസവും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് 5 പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ. അപ്പോൾ കൂടുതൽ വേൾഡ് കപ്പ് വിശേഷങ്ങളുമായി നമുക്ക് കാണാം. ഓക്കെ, ബൈ.